ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കർഷകനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പറമ്പിൽ നിങ്ങൾ ഏതൊക്കെ കൃഷി ചെയ്യുന്നത്? വാഴയുണ്ട്, കവുങ്ങുണ്ട്, ഇടവളയിട്ട് പച്ചക്കറി ഉണ്ടാവും. ഈ വാഴക്ക് ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ജൈവവളം, രാസവളം ഉപയോഗിക്കണം. ജൈവവളം രാസവളം ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജൈവവളം ആകുമ്പോൾ മണ്ണിന് നല്ല ഫലപുഷ്ടി ഉണ്ടാവും. രാസവളം ആകുമ്പോൾ പെട്ടെന്ന് അതിലെ ഈർപ്പങ്ങൾ ഇടിഞ്ഞു പോകും. ഏതാ പെട്ടെന്ന് വളരുക? രാസവളം. വളർത്തുന്ന വാഴയ്ക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? നേന്ത്രവാഴ, മൈസൂർ വാഴ, പൂവൻ വാഴ, ഇത്രയും 3 ഐറ്റംസ് വാഴകളുണ്ട്. വാഴ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വാഴ കൃഷിൻ്റെ ഇടയിൽ പച്ചക്കറി കൃഷി ചെയ്യും. ഇവിടെ ഈ പോയാകുമ്പോൾ വർഷത്തിൽ വെള്ളം കയറുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. വർഷത്തെ വെള്ളം കയറുമ്പോൾ അതിന് കൃഷിയൊക്കെ കഴിയും, വിളവെടുത്ത് കഴിയും. വെള്ളം വരുമ്പോൾ കൃഷിൻ്റെ സമയം കഴിയും. ഇവിടെ വന്യമൃഗശല്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ തിരുത്തല്? വന്യമൃഗസംഖ്യ, പന്നീരിൻ്റെ ശല്യം ഉണ്ടാവും. പന്നിനെ അതിന് വേലി കെട്ടി സംരക്ഷിക്കും. കമ്പി വേലിയിലും സോളാർ ഉപയോഗിക്കും. സോളാറിൻ്റെ വേലി കിട്ടും. അങ്ങനെ അതിൽ നിന്ന് സംരക്ഷിക്കണം. മയിലൊക്കെ വരെയുണ്ടോ? മയിലില്ല, മയിലിന് അവിടെ ഇല്ല. മയിലിൻ്റെ ഒക്കെ ഉണ്ട്. ഏതൊക്കെ സമയത്താണ് ഈ കൃഷികളൊക്കെ കിട്ടുക? കൃഷി ഇറക്കണ ജനുവരി സെപ്റ്റംബർ മാസത്തിന്. ഈ വെള്ളത്തിന്റെ ഉപയോഗം എങ്ങനെ? വെള്ളത്തിന് ഉപയോഗം പറഞ്ഞാൽ മോട്ടർ ഇട്ടാൽ പൈപ്പ് കൊണ്ട് കവുങ്ങ് നനക്കും, തെങ്ങ് നനക്കും, പായ നനക്കും. പിന്നെ ഓട്ടത്തിന് റിങ് വെള്ളം ഉണ്ടാവും. റിങ്ങാണ് കറങ്ങണേ. ഏത് സമയത്താണ് ഈ കൃഷിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ അതൊക്കെ ലഭിക്കുന്ന? സെപ്റ്റംബർ മാസത്തിന് വാഴ കൃഷി നടും. കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അതിന് വളം ഇട്ട് കൊടുക്കും, വെള്ളം നനക്കണം ഒക്കെ ചെയ്യും. അങ്ങനെ 3 മാസം അരവാഴത്തിന് 6-ാം മാസം വാഴ കൊലക്കും. 9 മാസം ആകുമ്പോൾ അതിന് കായ്കൾ വെട്ടിയെടുക്കുന്നു. ഈ വാഴ കൃഷിന്റെ ഇടയിൽ വേറെ കൃഷി പച്ചക്കറി കൃഷി ചെയ്യും. അത് വെണ്ട ഉണ്ടാവും, കയ്പ ഉണ്ടാവും, പിന്നെ മറ്റുള്ള എല്ലാ പച്ചക്കറി, പയറ് വർഗ്ഗങ്ങൾ, ഇത്തരം കൃഷികളൊക്കെ ഉണ്ട്. വെള്ളരി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ രാസവളമായിട്ട് ഉപയോഗിക്കില്ല, ജൈവവളമാണ് ഉപയോഗിക്കല് പച്ചക്കറിക്ക്. 3 മാസം കൊണ്ട് വിളവെടുക്കും. ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ എത്ര സമയം കൊണ്ടാണ് വിളവെടുക്കുക? 9 മാസം കൊണ്ട് വിളവെടുക്കും. കവുങ്ങ് 1 വർഷം കൊണ്ട്, ചെറിയ തൈ 4 വർഷം കൊണ്ട് വിളവെടുക്കും. വർഷത്തിലൊരിക്കൽ വിളവെടുക്കും. ഇതിന്റെ ചെലവ് എത്ര? ഒരു വാഴക്ക് ചെലവ്, വാഴ കുറച്ച് കഴിയുമ്പോൾ 200-250 ഉറുപ്പിക. ലാഭം അപ്പം 30 ഒരു 20% ലാഭം ഉണ്ടാവും. ഈ വാഴ എടുത്തതിന്റെ ശേഷം വാഴമന്ന് എന്താ ചെയ്യാ ഉണ്ടാക്കാൻ? വാഴമന്ന് വാഴന്റെ കൊല നല്ല കാര്യമായിട്ടുണ്ടാവുള്ളൂ. പിന്നെ നടുവുള്ള വാഴ മുറിച്ചുണ്ടാവുന്നത് അത് കൂടുതലുണ്ടാവുമ്പോൾ നിൽക്കില്ലല്ലോ. ഈ തെങ്ങിന് വർഷത്തില് വിളവെടുപ്പ് എങ്ങനെ? 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വിളവെടുക്കും. 2 മാസം? അങ്ങനെ വർഷത്തിന് 5 പ്രാവശ്യം, ആവറേജ് 5 പ്രാവശ്യമായിട്ട് വിളവെടുക്കും. അപ്പം തേങ്ങമന്ന് കിട്ടും. നല്ലൊരു തെങ്ങുമെന്ന് ഏകദേശം 300 തേങ്ങ ഒക്കെ ഉണ്ടാവും.
ഈ തേങ്ങ കൊണ്ട് എന്തൊക്കെ കേട്ടോ? തേങ്ങ കൊണ്ട് കിട്ടുന്ന തേങ്ങ കൊപ്പരാക്കും. അത് മില്ലിൽ കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കും. ചകിരി ഉണ്ടാവും, ചിരട്ട കിട്ടും. അതിനെല്ലാം കൊണ്ടും തെങ്ങിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപകാരപ്പെട്ടതാണ്. ഇതൊക്കെ കൃഷി ചെയ്യുമ്പോൾ കർഷക നിലക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും? ഗവൺമെന്റ് ആനുകൂല്യങ്ങളുണ്ട്. വെള്ളത്തിന് ശുവാന്ന് മോട്ടർ കിട്ടും. പിന്നെ അതിനിടാനുള്ള വളങ്ങൾ ഉണ്ടാവും. ഇൻഷൂറുണ്ട്. നിങ്ങൾക്ക് ആ പുഴന്ന് എടുക്കാൻ എടുക്കാറുണ്ടോ? മോട്ടർ വെച്ചെടുക്കാം. എടുക്കണ്ടോ? നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.